എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചക്ക അവിയലാണ് ഉണ്ടാക്കുന്നത്. ചക്ക അതിനായിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല മൂത്ത ചക്കയാണ്, നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ പുറത്തേക്കുള്ള കാഴ്ച ഒന്ന് നോക്കാം. നല്ല വെയിലാണ്. ഇതാ ജനലിൽ കൂടെ നോക്കുമ്പോൾ നല്ല വെയിലാണ്. രാവിലെയാണ് ഇത്രയും വെയിൽ കാണുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ, ജീരകം എല്ലാം കൂടി ചക്കയിലേക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട്. അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചാൽ മതി. അതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, പച്ചമുളക്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അരച്ച് അരവോടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്ക നന്നായി വെന്തപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചതാണ്. മൂടി വെച്ച് നന്നായിട്ട് അരപ്പ് ഒന്ന് വെന്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് ഈ തേങ്ങ ചതച്ചതും ചക്കച്ചുളയും കൂടി ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില കൈ കൊണ്ട് കുറച്ച് ഞാൻ നന്നായിട്ട് ഞെരടി വെച്ചിട്ടുണ്ട്. ഞെരടി ചേർക്കുമ്പോൾ അവിയലിന്, ചക്കയുടെ അവിയലിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് കറിവേപ്പില ഞെരടി ചേർക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ട് നമ്മൾ തേങ്ങയും ഈ ചക്കയും എല്ലാം കൂടെ, ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചക്കച്ചുളയുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയും ഇടണം. അപ്പോൾ അത് ഇതിലൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ. കുറച്ച് വെള്ളം തോരാനുണ്ട്. ചെറുതായിട്ട് വെള്ളം കാണുന്നുണ്ട്. ആ വെള്ളം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരുമ്പോഴാണ് കരിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. ഇതാ ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് കരിവേപ്പില ഉണ്ട്, അത് ഞെരടി വെച്ചിരിക്കുകയാണ്. അതും കൂടി അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കണം. ഈ കരിവേപ്പിലയുടെ ഒന്ന് വാടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ഇതിൽ ചെയ്യാനില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം, ഇത്രയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു ഏകദേശം ചെറിയ സ്പൂൺ 2 സ്പൂണുണ്ട്. അത്രയും കൂടി ഒഴിച്ച് കൊടുക്കുക. ചുറ്റിച്ചൊഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ ഒഴിച്ച് വെച്ചിട്ടും നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ വെച്ചതിന് ശേഷം നമ്മളത് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല ചക്ക അവിയൽ നമുക്ക് റെഡിയായിട്ട് കിട്ടും. ചക്ക അവിയൽ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.